ഹലോ എവ്രി വൺ. ഇന്ന് മെയ് 12 ആണ്, ഇൻ്റർനാഷണൽ നഴ്സസ് ഡേ. എത്ര പേർ ഈ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല, എങ്കിലും മിക്കവാറും ഹോസ്പിറ്റലൊക്കെ ഈ ഒരു ദിവസം ആചരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. റിട്ടയർ ചെയ്ത നഴ്സസിന് അവരുടെ പഴയകാല ഓർമ്മകളൊക്കെ ഓർക്കാനും കൂടെയുള്ളൊരു ദിവസം തന്നെയാണ് ഇന്ന്. അറ്റ്ലീസ്റ്റ് ഈ ഒരു ദിവസം നമ്മൾ നഴ്സസ് ആയതിന് നമുക്ക് അഭിമാനിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ചെറിയ ഹോസ്പിറ്റലാണെങ്കിലും വലിയ ഹോസ്പിറ്റൽസ് ആണെങ്കിലും എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കാറുണ്ട്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ നഴ്സിംഗ് എന്ന ഒരു പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ളൊരു കാഴ്ചപ്പാടൊന്നും അല്ല ഇപ്പോഴുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. നഴ്സിങ്ങിന് പോകുന്ന എല്ലാവരും ഡെഡിക്കേഷനും സർവീസ് മൈൻഡും ഒന്നും വെച്ചിട്ട് പോകുന്ന ആൾക്കാരല്ല ഇപ്പോൾ ഉള്ളത്. വിദേശ രാജ്യങ്ങളിലുള്ള ജോലിയും അങ്ങനെയുള്ള പല കാര്യങ്ങളും സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് പുതിയ തലമുറ നഴ്സിങ്ങിലേക്ക് പോകുന്നത്. ഒരിടയ്ക്ക് നമ്മൾക്ക് നഴ്സിങ്ങിനെക്കുറിച്ച് ഒന്നും അറിയാതെയാണ് ഞാനൊക്കെ നഴ്സിങ്ങിന് പോയത്. നഴ്സിംഗ് പ്രൊഫഷനിൽ എന്താണ് ശരിക്കും നമ്മളെ വെയിറ്റ് ചെയ്യുന്നത് അറിയാതെ തന്നെയാണ് നഴ്സിങ്ങിന് പോയത്. ഒരു ജോലി കിട്ടും എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് അന്ന് നഴ്സിങ്ങിന് പോയത്. നഴ്സിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എത്രമാത്രം ഡിമാൻഡിങ് ആയിട്ടുള്ള, ഫിസിക്കലി മെൻ്റലി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ് ഇതെന്ന് മനസ്സിലായത്. അപ്പോഴേക്കും നമ്മളുടെ പ്രൊഫഷനിൽ നമ്മൾ വളരെയധികം ദൂരം കടന്നുപോയി. പക്ഷേ ഇപ്പോൾ ഈ ജോലിയെ വളരെ സ്നേഹിക്കുന്നുണ്ട്. കാരണം നമ്മളാലാവും വിധം പേഷ്യൻസിനും നമ്മളെ ആശ്രയിച്ച് അവിടെ കഴിയുന്ന ആളുകൾക്കും ഒരുപാട് സഹായം ചെയ്യാനായിട്ട് നമ്മളെക്കൊണ്ട് പറ്റും, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളൊരു വിചാരം നമ്മളുടെ മനസ്സിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ ഒരുപക്ഷെ പേഷ്യൻസിനത് വലിയ കാര്യങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ പലപ്പോഴും പലരുടെയും ചില ബിഹേവിയർ കാരണം പലർക്കും നഴ്സസിനെ കുറ്റപ്പെടുത്തേണ്ടതായിട്ടുള്ള അവസരങ്ങളും വരാറുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ വളരെ അഭിമാനിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. കാരണം നമ്മൾ നഴ്സസ് ആയതുകൊണ്ട് തന്നെ ജോലി സാധ്യതയോടൊപ്പം തന്നെ വളരെ പ്രൗഡായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാനും അല്ലെങ്കിൽ അഭിമാനിക്കാനും പറ്റുന്ന ഒരു മൊമെൻറ്റ് തന്നെയാണെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ബന്ധുവായ ഒരു നേഴ്സിനോട് സംസാരിക്കുകയുണ്ടായി. നാട്ടിൽ നിന്ന് നേഴ്സിംഗ് പഠിച്ച് 2 വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷം കുവൈറ്റ് MOHൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന സമയത്ത് ഞാൻ ആ പുള്ളിക്കാരോട് ചോദിച്ചു, കുവൈറ്റിലേക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന്. പുള്ളിക്കാരി പറഞ്ഞു, ഇല്ല ചേച്ചി, ഞാൻ കുവൈറ്റിലേക്ക് വരുന്നില്ല, എനിക്ക് യൂറോപ്യൻ രാജ്യങ്ങളാണ് താല്പര്യം. കാരണം കുവൈറ്റിൽ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരുടേതായിട്ടുള്ള സൈഡിലുള്ള പ്രോബ്ലംസൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും അതൊക്കെ ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നി, ശരിയാണല്ലോ, എന്തുകൊണ്ടാണ് പുള്ളിക്കാരി കുവൈറ്റ് വരാൻ ഓപ്റ്റ് ചെയ്യാത്തത്, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് വരാൻ പുള്ളിക്കാരിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് പുള്ളിക്കാരി പറഞ്ഞത്. കാരണം ഇപ്പോൾ പല സ്ഥലങ്ങളിലേക്കും, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും US-ലേക്കൊക്കെ പോകാനായിട്ട് വാതിലുകൾ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ റെസ്ട്രിക്ഷൻസും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും എത്ര നാളുകൾ വേണമെങ്കിലും വെയിറ്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടാണ് പുള്ളിക്കാരി ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരിക്കും കുവൈറ്റിനെ ഒക്കെ അട്രാക്റ്റ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ കുവൈറ്റിലുള്ളവർ ഇവിടുന്ന് പോകാതിരിക്കുന്നതിൻ്റെ പല കാരണങ്ങളും എന്താണ്. ഒരു പക്ഷേ കുവൈറ്റിൽ വന്നതിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഇവിടുന്ന് പോകുന്ന ആളുകളുണ്ട്. പക്ഷെ നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ കുവൈറ്റിലേക്ക് വരാൻ ഒട്ടും താല്പര്യപ്പെടാത്തതിൻ്റെ കാരണവും പലതാണ് അവർ പറയുന്നത്. പക്ഷേ പല ആളുകളും കുവൈറ്റിലേക്ക് വരാനായിട്ട് അവർ ഓപ്റ്റ് ചെയ്യുന്നതിൻ്റെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ ചെറുതായിട്ട് ഈ വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഏത് രാജ്യത്തേക്ക് പോവുകയാണെങ്കിലും ഒരു പക്ഷേ പെർമനൻറ്റ് റെസിഡൻസ് എന്നുള്ള ഒരു കാര്യത്തേക്കാൾ ഉപരിയായിട്ട് നമ്മൾ വിചാരിക്കുന്ന നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള നമ്മളുടെ ഏർണിങ്സും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. ചില ആളുകൾക്ക് നാട്ടിലേക്ക് റിട്ടേൺ ചെയ്ത് അവിടെ സെറ്റിൽ ആവണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളായിരിക്കാം. അങ്ങനെ നോക്കുന്ന ആളുകൾക്ക് നോക്കുകയാണെങ്കിൽ പോലും സാമ്പത്തികമായിട്ട് കുവൈറ്റിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് മെച്ചപ്പെട്ട ഒരു മണി ഏൺ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇവിടെ ഇതുവരെയും ടാക്സ് ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കുവൈറ്റ് ലോകത്തിലെ ഏറ്റവും 5th റിച്ചസ്റ്റ് കൺട്രി തന്നെയാണ്. അപ്പോൾ അതുപോലെ എക്സ്ചേഞ്ച് റേറ്റ് പലപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ പലപ്പോഴും എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾക്കിപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ പോയാൽ നമ്മളവിടെ നമ്മളുടെ ഫുൾ മണി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു ആവശ്യമുണ്ട്. അപ്പോൾ കുവൈറ്റിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ ബാക്കി നമ്മളുടെ എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം നമ്മൾക്ക് മണി സേവ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കുവൈറ്റ് MOHൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കുവൈറ്റ് കൊടുക്കാറുണ്ട്. പിന്നെ അതുമാത്രമല്ല, പല സമയത്താണെങ്കിൽ പോലും നമ്മൾക്ക് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും, ഇപ്പോൾ ചെറിയ രാജ്യമായതുകൊണ്ട് തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് മാക്സിമം ഒരു 1/2 hour to 45 minutes മാക്സിമം അത്രയൊക്കെ യാത്ര ചെയ്താൽ നമ്മളുടെ ജോലി സ്ഥലത്തേക്ക് എത്താൻ പറ്റും. ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കാണെങ്കിൽ 15-20 minutes ഒക്കെ നമ്മൾക്ക് യാത്ര ചെയ്താൽ നമ്മൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾക്ക് ട്രാൻസ്പോർട്ടേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ വളരെ ചീപ്പാണ്.
250 ഫിൽസ് ഓർ 300 ഫിൽസ് കൊടുത്തു കഴിഞ്ഞാൽ കുവൈറ്റിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ടാക്സിയൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും നമ്മൾക്ക് സ്വന്തമായിട്ടൊരു കാർ ഓൺ ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾക്ക് ടാക്സി സർവീസ് ഇവിടെ വളരെ ധാരാളമായിട്ട് പ്രൈവറ്റ് ടാക്സികളും അല്ലാതെ ഉള്ള പബ്ലിക് ടാക്സീസ് ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ് അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇക്കണോമിക്കലി ആണെങ്കിലും കുറച്ചും കൂടി സേവ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് കുവൈറ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കുവൈറ്റ് തരുന്ന ഒരു സ്വാതന്ത്ര്യം, ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെയും ഇവിടെയും ഉണ്ടായിട്ടുണ്ട് എന്ന് ഒഴിച്ചാൽ താരതമ്യേന സ്വാതന്ത്ര്യമുള്ള അല്ലെങ്കിൽ സേഫ്റ്റി ഉള്ള ഒരു രാജ്യം തന്നെയാണ് കുവൈറ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രാത്രി 12 മണിക്കാണെങ്കിൽ പോലും നമ്മൾക്ക് എവിടെ പോയി വരാനും ഒക്കെ നമുക്ക് വളരെ ഫ്രീഡമുണ്ട്. ഇവിടെ ഗൺ വയലൻസോ ഡ്രഗ്സ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ഇവിടെ വളരെ അതായത് വളരെ നിയമങ്ങൾ കൊണ്ട് കർശനമാക്കിയിരിക്കുന്ന ഒരു രാജ്യമാണ് ഡ്രഗ്സും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ അതൊന്നും പബ്ലിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനത്തെ പല കാര്യങ്ങളിൽ നമ്മൾക്ക് സ്ത്രീകൾക്ക് ഇതുവരെയും ഞാൻ പറഞ്ഞല്ലോ 21 ഇയേഴ്സായി കുവൈറ്റിൽ, ഇതുവരെ സേഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം തോന്നിയിട്ടില്ല. ഇനിയും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പൊതുവേ നോക്കുകയാണെങ്കിൽ നഴ്സസിന് സുരക്ഷിതത്വത്തിനെ കുറിച്ച് ആകുലപ്പെടേണ്ട ഒരു ആവശ്യം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ പല രാജ്യങ്ങളിലും ഇപ്പോൾ അവരുടെ സ്വദേശിവൽക്കരണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കുവൈറ്റിൽ നമുക്ക് നഴ്സസായിട്ട് വൺസ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഗുരുതരമായൊരു വീഴ്ചയില്ലെങ്കിൽ നമ്മളുടെ ജോലി നഷ്ടപ്പെടും എന്നുള്ളൊരു പേടിയൊന്നും ആർക്കും വേണ്ട. നമ്മൾക്ക് 60 അല്ലെങ്കിൽ 65 വയസ്സ് വരെയൊക്കെ ജോലി ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം കുവൈറ്റ് MOH തരുന്നുണ്ട്, നമ്മൾക്ക് അങ്ങനെ താല്പര്യമുണ്ട് കണ്ടിന്യൂ ചെയ്യാനെങ്കിൽ. അപ്പോൾ അതുവരെയും ജോലി ചെയ്യാനുള്ള ഒരു അവസരം നമുക്കുള്ളപ്പോൾ കുവൈറ്റിലെ സ്വദേശിവൽക്കരണം നമ്മളെ ഈ ഒരു ഫീൽഡിൽ ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് കുവൈറ്റിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ കുവൈറ്റിലേക്ക് വരുന്നില്ല എന്ന് കംപ്ലീറ്റ്ലി നമ്മൾ തീരുമാനിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഈ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ആളുകൾക്ക് എല്ലാവർക്കും അറിയാത്തതുകൊണ്ടായിരിക്കാം അവർ വരുന്നില്ല എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷം എത്രയോ പേർ എത്രയോ രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്നു. പക്ഷേ നാട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നതിനേക്കാൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ഫോർ ദ ടൈം ബീങ് ആണെങ്കിൽ പോലും GCC കൺട്രീസ്. താങ്ക് യു ഫോർ വാച്ചിങ്.